കുട്ടിക്കാലത്ത് മക്കളെ വളർത്തി വലുതാക്കാൻ കുറേ കഷ്ടപ്പെട്ട അമ്മമാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണൂർ പള്ളിയാൻമൂലയിലെ ശാന്തയും ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മയാണ്. മക്കളായിരുന്നു അവരുടെ ലോകം. പക്ഷെ വാർദ്ധക്യകാലമായതോടെ ആ അമ്മ എല്ലാവർക്കും ഒരു ബാധ്യതയായി. ചിലവിന് കൊടുക്കാൻ പോലും മകൻ തയ്യാറായില്ല. അങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ട ജീവിതം നയിച്ച ശാന്തയ്ക്ക് ഒടുവിൽ സംഭവിച്ച ദുരന്തം സങ്കടകരമാണ്. വീട്ടുചിലവിന് പണം ചോദിച്ച അമ്മയെ മദ്യലഹരിയിലെത്തിയ മകൻ കസേരയോടെ എടുത്തെറിഞ്ഞത് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. മകൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശാന്ത മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. സംഭവത്തിന് പിന്നാലെ അറസ്റ്റിലായ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്താനാണ് പോലീസ് തീരുമാനം. പള്ളിയാൻമൂല ലക്ഷം വീട് നഗറിൽ വി ശാന്ത എന്ന 88-കാരിയാണ് മരിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെയാണ് മരണം. പള്ളിയാൻമൂലയിലെ വീട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മകൻ സജീവൻ ശാന്തയെ ആക്രമിച്ചത്. വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന ശാന്തയെ മദ്യപിച്ചെത്തിയ സജീവൻ കസേരയോടെ മുറ്റത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. തലയടിച്ചു വീണ ശാന്തയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റു. അയൽവാസികളും നാട്ടുകാരും ചേർന്ന് വയോധികയെ ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിനു പിന്നാലെ മകൻ സജീവനെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. വീട്ടുചിലവിന് അമ്മ പണം ചോദിച്ചതാണ് പ്രകോപന കാരണമായി പോലീസ് പറയുന്നത്. സജീവൻ സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കാറുണ്ടായിരുന്നു. സംഭവം നടന്ന രാത്രിയും ഇരുവരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. തുടർന്നായിരുന്നു അമ്മയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം. സംഭവ ദിവസം ഒളിവിൽ പോയ സജീവനെ കണ്ണൂർ ടൗൺ പോലീസാണ് പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.